ഞാൻ ആ ചെക്കൻ്റെ ഫോട്ടോ അയച്ചിട്ടുണ്ട്. നീ ആദ്യം അത് നോക്ക്. കണ്ടിട്ടല്ലേ പറയുന്നത് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നൊക്കെ. കണ്ടാലേ പറയും നല്ലൊരു ചെക്കനാണ്, നല്ല തറവാട്ടി പിറന്ന ചെക്കനാണ്. കണ്ടാലേ മനസ്സിലാവും. ഇതാണോ നീ പറഞ്ഞവന്റെ ഫോട്ടോ? ഇന്നത്തെ കാലത്ത് ഈ ഫോട്ടോ ഒക്കെ നോക്കിട്ട് എങ്ങനെയാണ് ഒരുത്തരെ മനസ്സിലാക്കുന്നത്? എനിക്കിതൊന്നും അത്ര ശരിയായിട്ട് തോന്നില്ല. ഫോട്ടോയും കൊണ്ട് വന്നിരിക്കുന്ന ആള് എന്താ അവൻ അറിയത്തില്ലെന്നാ? പരിചയമില്ലെങ്കിൽ ഇങ്ങനെയൊക്കെയല്ലേ പരിചയപ്പെടുന്നത്? 1-2 ആഴ്ച അങ്ങ് സംസാരിക്കാം, അതിനുശേഷം കല്യാണം ഉറപ്പിക്കുന്നുള്ളൂ. ഞാനും നിന്റെ അച്ഛനും തമ്മിൽ കല്യാണം കഴിച്ചിട്ട് സുഖമായിട്ട് ജീവിക്കുന്നില്ലേ? ഞാൻ കല്യാണത്തിന്റെ നിന്നാണ് നിന്റെ അച്ഛനെ കാണുന്നത് തന്നെ അല്ലേ? 1 വർഷമായിട്ട് പരിചയമാണെന്നോ? 1 വർഷത്തെ പരിചയം കൊണ്ട് എന്തുണ്ടാക്കാനാ നീ? നമ്മുടെ കുടുംബക്കാരെ പോലും ഇത്രയും വർഷം ഒന്നിച്ച് ജീവിച്ചിട്ട് മനസ്സിലാക്കിയിട്ടില്ല. 1 വർഷത്തെ പരിചയം പോലും. 1 വർഷം കൊണ്ട് നിനക്ക് അവനെല്ലാം മനസ്സിലായോ? എല്ലാം തികഞ്ഞവക്ക്. ചെക്കനാണെങ്കിൽ ബിസിനസ്സാ. ഇന്നത്തെ കാലത്ത് ബിസിനസ് ഒക്കെ ചെയ്തിട്ടേ കാര്യമുള്ളൂ, ജീവിക്കാൻ പറ്റത്തുള്ളൂ. നിന്നെ പൊന്നു പോലെ നോക്കും, മഹാറാണി പോലെ നോക്കും നിന്നെ. പറഞ്ഞോണ്ടിരിക്കുന്ന ഞാൻ ബിസിനസ് വെച്ചേക്കുന്നാ. എന്തുണ്ടാക്കാൻ ബിസിനസ് വെച്ചിട്ട് 10 ദയാ പൈസ കൈ കാണുമോ? ഇന്നത്തെ കാലത്ത് വല്ല ഗവൺമെന്റ് ജോലി ഉണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റുള്ളൂ. അവളെ ബിസിനസ്സുകാരെ കൊണ്ടുവന്നേക്കുന്നു. ബിസിനസ് ചെക്കൻ്റെ വീട്ടുകാരാണെങ്കിൽ 50 പവനും 3 ലക്ഷം രൂപയെ ചോദിച്ചിട്ടുള്ളൂ. ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ഇതിലൊക്കെ നിൽക്കുവോ? അവള് എന്ന് പറഞ്ഞോണ്ട് വന്നേക്കുന്നു. നമുക്ക് ലാഭമാണത്. നല്ല കുടുംബക്കാര്. അത്രയും സ്ത്രീധനം അവർ ചോദിച്ചിട്ടുള്ളൂ ഇന്നത്തെ കാലത്തെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ. സ്ത്രീധനം ഒന്നും വേണ്ട അവന് ഇവിടുത്തെ സ്വത്ത് കണ്ടിട്ട്. സ്ത്രീധനം വേണ്ടെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സ്വത്ത് കണ്ടിട്ട്. ഞങ്ങളെ നാണം കെടുത്തി കെട്ടണമല്ലോ എല്ലാവരുടെയും മുന്നിൽ. സ്ത്രീധനം വേണ്ട പോലും അവന്.